യമുനയിലെ വെള്ളത്തിൽ കുളിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിയുടെ മുന്നറിയിപ്പുണ്ട്. ബീഹാറിലെ 4 വോട്ടുകൾക്ക് വേണ്ടി ആരോഗ്യവും വിശ്വാസവും മോദി ബലി കൊടുത്തു. ഗംഗയും യമുനയും ശുദ്ധീകരിക്കാൻ 10 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ പേരിൽ കുറെ വോട്ടും പിടിച്ചിരുന്നു. ആ കോടികളൊക്കെ എവിടെ പോയി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യാജ യമുനയും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വലിയ ആഘോഷമാണ് ഛഠ് പൂജ. യമുനാ തീരത്ത് ഛഠ് പൂജയ്ക്ക് മോദി എത്തി. പക്ഷേ മലിനമായ യമുനയിൽ മുങ്ങുക അത് മോദിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ശുദ്ധീകരിച്ച വെള്ളം നിറച്ച് ഒരു പുതിയ സ്നാൻഘട്ട് തന്നെ നിർമ്മിച്ചു. യമുനാ തീരത്ത് ഫിൽട്ടർ വാട്ടർ നിറച്ച കുളം തീർത്ത് പടവുകൾ ഇട്ടു എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ദൃശ്യങ്ങളും അവർ തന്നെ പുറത്തുവിടുന്നുണ്ട്. വാസുദേവ് ഘട്ടിൽ ഡൽഹി സർക്കാർ നിർമ്മിച്ച കൃത്രിമ ഘാട്ടിന്റെ ഫോട്ടോസാണ് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. ഡൽഹിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വസീറാബാദ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ഫിൽട്ടർ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2018നും 2024നും ഇടയിൽ യമുനാ തീരത്ത് ഛഠ് പൂജ നടത്തുന്നത് ആം ആദ്മി സർക്കാർ നിരോധിച്ചിരുന്നു. BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും ഭക്തർക്ക് ഇത് തുറന്നുകൊടുത്തത്. യമുനയിലെ വെള്ളത്തിൽ കുളിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിയുടെ മുന്നറിയിപ്പുണ്ട്. ബീഹാറിലെ 4 വോട്ടുകൾക്ക് വേണ്ടി ആരോഗ്യവും വിശ്വാസവും മോദി ബലി കൊടുത്തുവെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. യമുനാ ഘാട്ട് വൃത്തിയാക്കിയെന്നാണ് BJP നൽകുന്ന വിശദീകരണം. ഗംഗയും യമുനയും ശുദ്ധീകരിക്കാൻ 10 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ പേരിൽ കുറെ വോട്ടും പിടിച്ചിരുന്നു. ആ കോടികളൊക്കെ എവിടെ പോയി?